Today we will discuss about the topic Convergence Hypothesis. It is the content page. Introduction. The Convergence Hypothesis explains whether developing or poor countries grow faster than developed or rich countries so that their per capita incomes move closer over time. അതായത് ഡെവലപ്പിംഗ് കൺട്രി അതായത് പുവർ കൺട്രീസ് ഡെവലപ്ഡ് കൺട്രീസിലേറെ ഫാസ്റ്ററായിട്ട് ഗ്രോത്ത് ചെയ്യുക, കൺവേർജ് ചെയ്യുക, അതിനെയാണ് കൺവേർജൻസ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. പിന്നീട് അവരുടെ പെർ ക്യാപിറ്റൽ ഇൻകം രണ്ടും സെയിം ആകും, ഒരേപോലെ ആകും. ഇറ്റ് ഈസ് ഡയറക്റ്റ്ലി ഡെറിവേഡ് ഫ്രം ദ സോളോ 1956 നിയോ ക്ലാസിക്കൽ ഗ്രോത്ത് മോഡൽ. 1956 സോളോ നിയോ ക്ലാസിക്കൽ മോഡലിൻ്റെ ഡെറിവേഷൻ ആയിങ്ങാണ്ടാണ് ഇത് വന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ വേർഷനാണ് ഇത്. Solo model claims that over a long period of time, all nations of the world would tend to converge towards the same rate of growth. It is referred to as convergence. സോളോ മോഡൽ പറയുന്നത് എന്താ വെച്ചാൽ, ഒരു ലോങ് പീരീഡിന് ശേഷം ഈ വേൾഡിലുള്ള എല്ലാ നാഷൻസും, അതായത് ഡെവലപ്പിംഗ് കൺട്രീസും ഡെവലപ്ഡ് കൺട്രീസും എല്ലാ നാഷൻസും ഒരുപോലെ ഒരു സെയിം ഗ്രോത്തിലേക്ക് വരും. ഇതിനെയാണ് കൺവേർജൻസ് എന്ന് പറയുന്നത്. ഡെവലപ്പിംഗ് കൺട്രീസ് ക്യാൻ ക്യാച്ച് അപ്പ് ബിക്കോസ്, അതായത് ഡെവലപ്പിംഗ് കൺട്രീസ് ഫാസ്റ്റർ ഗ്രോത്ത് ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്താ വെച്ചാൽ ടെക്നോളജി ട്രാൻസ്ഫർ, ഫാക്ടർ അക്യുമുലേഷൻ. Technology transfer. They can adopt existing technologies from developed countries at low cost, avoid research and development expenses, and skip earlier development mistakes. അഡോപ്റ്റ് ചെയ്യണ ഇതെന്താണെന്ന് വെച്ചാൽ, ഡെവലപ്ഡ് കൺട്രീസ് ഉണ്ടാക്കിയെടുത്ത ഡെവലപ്പ് ചെയ്തിട്ടുള്ള ടെക്നോളജീസാണ് ഇവർ യൂസ് ചെയ്യണത്. അതിൻ്റെ എക്സ്റ്റൻഷൻ വേർഷനാണ് ഇവർ യൂസ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ലോ കോസ്റ്റ് ആയിരിക്കും. അതുപോലെ റിസർച്ചിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ എക്സ്പെൻസ് ഒന്നും ഉണ്ടാവില്ല. അതുപോലെ ടെക്നോളജി ഉണ്ടാക്കുന്ന ഏർലിയർ സ്റ്റേജ്സത്തെ മിസ്റ്റേക്സൊക്കെ ഇവർ അവോയ്ഡ് ചെയ്തിട്ടുണ്ടാവും. അതിൽ പറയുന്നത് ലീപ്പ് ഫ്രോഗിങ്. ഡെവലപ്പിംഗ് കൺട്രീസ് ക്യാൻ സ്കിപ്പ് ഏർലി സ്റ്റേജസ് ഓഫ് ടെക്നോളജി ഡെവലപ്മെൻറ്റ്. ദേ ക്യാൻ ഡയറക്റ്റ്ലി അഡോപ്റ്റ് മോഡേൺ ഹൈ പ്രൊഡക്ടിവിറ്റി ടെക്നിക്സ്. ലീപ്പ് ഫ്രോഗിങ് എന്ന് പറഞ്ഞാൽ ഈ ടെക്നോളജിക്കൽ ട്രാൻസ്ഫറിൽ വരുന്നതാണ്. അതായത് ഒരു ടെക്നോളജി ഉണ്ടാക്കുമ്പോഴുള്ള ഏർലി സ്റ്റേജസൊക്കെ ഇവർ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ അവർ ഡയറക്റ്റ് ആയിട്ടുള്ള മോഡേൺ ആയിട്ടുള്ള വേർഷനായ ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഹൈ പ്രൊഡക്ടിവിറ്റി ആണ് യൂസ് ചെയ്യുന്നത് ഒരു ടെക്നോളജിത്തെ. അടുത്തത് ഫാക്ടർ അക്യുമുലേഷൻ. ഡെവലപ്ഡ് കൺട്രീസ് ഓൾറെഡി ഹാവ് ഹൈ ഫിസിക്കൽ ആൻഡ് ഹ്യൂമൻ ക്യാപിറ്റൽ due to law of diminishing returns, so the marginal productivity of capital is low. But in developing countries, capital is scarce, low per capital worker, high marginal productivity of capital. So investment yields higher returns, helping them grow faster. Factor accumulation എന്നുള്ളത് അടുത്തൊരു റീസൺ ആണ്. ഡെവലപ്പിംഗ് കൺട്രീസിൽ ഓൾറെഡി ഹൈ ഫിസിക്കലും ഹ്യൂമൻ ക്യാപിറ്റലും ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസ്, നമ്മളിപ്പോൾ ക്യാപിറ്റൽ കൂട്ടി എന്ന് വിചാരിച്ച് അതിനുള്ള എക്സ്ട്രാ റിട്ടേൺസ് ഒന്നും നമുക്ക് കിട്ടൂല. അതാണ് ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസ് എന്ന് പറയുന്നത്. അതിൻ്റെ കൂട്ടി വന്നാൽ കൂടി അതിൻ്റെ റിട്ടേൺസ് കുറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ക്യാപിറ്റലും ലോ ആക്കും. അതായത് നമ്മളിപ്പോൾ ഒരു അഡീഷണൽ ആയിട്ട് ഒരു ക്യാപിറ്റൽ കൂട്ടി, അതും കൊണ്ട് നമുക്ക് കിട്ടുന്ന റിട്ടേൺസ് കുറവാക്കാറ്. പക്ഷേ ഡെവലപ്പിംഗ് കൺട്രീസിൽ ക്യാപിറ്റൽ സ്കേഴ്സാണ്. അതുകൊണ്ട് ലോ പെർ ക്യാപിറ്റൽ വർക്കറാണ്. അതായത് ഒരു വർക്കർ യൂസ് ചെയ്യുന്ന ക്യാപിറ്റലിൻ്റെ എണ്ണം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഹൈ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ക്യാപിറ്റലേക്കാണ് അവിടെ ഉണ്ടാകുക. അതായത് നമ്മളൊരു അഡീഷണൽ ആയിട്ട് ഒരു ക്യാപിറ്റൽ യൂസ് ചെയ്യണതുകൊണ്ട് തന്നെ നമുക്ക് അഡീഷണൽ റിട്ടേൺസ് കിട്ടും. സോ ഇൻവെസ്റ്റ്മെൻറ്റ് yields ഹയർ റിട്ടേൺസ്, ഹെൽപ്പിംഗ് ദം ഗ്രോ ഫാസ്റ്റർ. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഫാക്ടറിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് സ്കേഴ്സായ ക്യാപിറ്റലുള്ളൊരു ഫാക്ടറിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അഡീഷണൽ ക്യാപിറ്റൽ കൂട്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അഡീഷണൽ പ്രോഫിറ്റ് അവിടെ നിന്ന് കിട്ടും. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിട്ടേൺസ് കൂടുതൽ കിട്ടും, പെട്ടെന്ന് തന്നെ ഫാസ്റ്റർ ഗ്രോത്ത് ഉണ്ടാവും. Production function analysis shows the rich countries' high capital levels explains their higher output per person, but also why their future growth slows.
ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ അനാലിസിസിൻ്റെ കാര്യത്തിൽ പറയുന്നത്, അതായത് ക്യാപിറ്റൽ, ലേബർ എങ്ങനെ ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നു, അതാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. അതിൻ്റെ ബേസ് ചെയ്തിട്ട് ഇത് പറയുമ്പോൾ റിച്ച് കൺട്രീസിൽ ഹൈ ക്യാപിറ്റൽ ലെവൽസ് ആണ്, ഹയർ ഔട്ട്പുട്ട് പെർ പേഴ്സണെയാണ് ഷോ ചെയ്യുന്നത്. അതായത് ഒരു പേഴ്സണ് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഹയർ ഔട്ട്പുട്ട് ആയിരിക്കും. ബട്ട് ആൾസോ പക്ഷേ അതിൻ്റെ ഗ്രോത്ത് പറഞ്ഞാൽ പതിയെ സ്ലോ ആയിക്കൊണ്ടിരിക്കും. വിത്ത് ടെക്നോളജി ആക്സസ് ആൻഡ് ഹയർ റിട്ടേൺസ് ടു ഇൻവെസ്റ്റ്മെൻറ്റ്, ഡെവലപ്പിംഗ് കൺട്രീസ് ക്യാൻ ഗ്രോ ക്വിക്കലി ആൻഡ് മൂവ് ടുവാർഡ് ദ ഇൻകം ലെവൽ ഓഫ് ഡെവലപ്ഡ് കൺട്രീസ്. പക്ഷേ ഡെവലപ്പിംഗ് കൺട്രീസിൽ ടെക്നോളജിയും ക്യാപിറ്റലും ഒക്കെ അധികമായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഹൈ റിട്ടേൺസും കിട്ടും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അവർക്ക് ഡെവലപ്ഡ് കൺട്രീസിൻ്റെ അതുപോലെ വളരാനും ഇൻകം ലെവൽ അതുപോലെ എത്തിക്കാനും കഴിയും. ടൈപ്സ് ഓഫ് കൺവേർജൻസ്. There are three main types of convergence. One, conditional convergence. Conditional convergence states that countries converge only if certain key conditions are similar. Even if income levels do not become identical, they tend to converge conditionally based on factors like saving rate. Conditional convergence എന്ന് പറയുന്നത് ചില കൺട്രികൾ കൺവേർജ് ചെയ്യുന്നത് ചില കീ കണ്ടീഷൻസ് സിമിലർ ആണോ എന്ന് നോക്കിയിട്ടാണ്. അവരുടെ ഇൻകം നോട്ട് ഐഡൻറ്റിക്കൽ, ഒരേപോലെ ആവില്ല അവിടുത്തെ ഇൻകം. അങ്ങനെ കൺവേർജ് ചെയ്യാൻ പറ്റിയ കീ ഫാക്ടേഴ്സാണ് ലൈക്ക് സേവിങ് റേറ്റ്, പോപ്പുലേഷൻ ഗ്രോത്ത്, ടെക്നോളജി ഒക്കെ. ഡെവലപ്പിംഗ് കൺട്രീസ് ക്യാൻ ഗ്രോ ഫാസ്റ്റർ ഡ്യൂ ടു ടെക്നോളജിക്കൽ ട്രാൻസ്ഫർ, ഹൈ റിട്ടേൺസ് ടു ക്യാപിറ്റൽ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൺട്രീസ് ലൈക്ക് സൗത്ത് കൊറിയ, തായ്വാൻ ആൻഡ് ഹോങ്കോങ് ഗ്രൂ റാപ്പിഡ്ലി ആൻഡ് കോട്ടപ്പ് വിത്ത് ഡെവലപ്ഡ് കൺട്രീസ്. ഈ കണ്ടീഷണൽ കൺവേർജൻസിൽ ഇഫ് ദ ഗ്രോത്ത് കണ്ടീഷൻസ് ആർ സിമിലർ, അതായത് ഗ്രോത്തിൻ്റെ കണ്ടീഷൻ സിമിലർ ആണെങ്കിൽ ഇൻകം ടെൻ ടു മൂവ് ക്ലോസർ ആണ്, അതിൻ്റെ ഇൻകം ഏകദേശം ഒരേപോലെ എത്തും. ഇപ്പോൾ ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ അതുപോലെയുള്ള സിമിലർ കീ ഫാക്ടേഴ്സ് ഡെവലപ്പിംഗ് കൺട്രീസിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രീസിലത്തെ ഇൻകം ഡെവലപ്ഡ് കൺട്രീസിൻ്റെ അതുപോലെ ഉയരും എന്നാണ് ഇതിൽ പറയുന്നത്. അടുത്ത കണ്ടീഷൻ കൺവേർജൻസ് ഹൈപ്പോത്തസിസിൻ്റെ ഗ്രാഫിക്കൽ എക്സ്പ്ലനേഷനാണ്. ഇതിൽ വൈ ആക്സിസിൽ പെർ ക്യാപിറ്റ ഇൻകം, അത് ലോഗ് സ്കെയിലാണ് അളക്കുന്നത്. അതുപോലെ എക്സ് ആക്സിസിൽ ടൈമാണ് മെഷർ ചെയ്യണത്. പിന്നെ എ ഡാഷ്, ബി ഡാഷ്, എ ബി എന്നിവ സ്റ്റഡി സ്റ്റേറ്റ് പാത്താണ്. രണ്ട് ഡിഫറെൻറ്റ് കൺട്രീൻ്റെ സ്റ്റഡി സ്റ്റേറ്റ് പാത്ത് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കൺട്രിയിൽ ഇൻകം ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു, ഗ്രോത്ത് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. പക്ഷേ കുറച്ച് ലോങ് ടൈം കഴിഞ്ഞാൽ അതൊരു സ്റ്റഡി ആയി നിൽക്കും. അതിൻ്റെ മുകളിലേക്കോ താഴേക്കോ പോകാതെ ഇൻകം ഒരു സ്റ്റഡി സ്റ്റേറ്റ് ആയി നിൽക്കും. അതിനെയാണ് സ്റ്റഡി സ്റ്റേറ്റ് പാത്ത്സ് എന്ന് പറയുന്നത്. ഡിപ്പെൻസ് ഇഫ് എ കൺട്രി ഈസ് എബോവ് ദ സ്റ്റഡി സ്റ്റേറ്റ്, അതായത് സ്റ്റഡി സ്റ്റേറ്റിന് എബോവ് ആയിട്ടുള്ള കൺട്രി അവിടെ എന്താണ് സംഭവിക്കുന്നത് അതിൽ പറയുന്നത്. സപ്പോസ് എ കൺട്രി സ്റ്റാർട്ട് അറ്റ് പോയിന്റ് സി വിച്ച് ഈസ് എബോവ് ഇറ്റ്സ് സ്റ്റഡി സ്റ്റേറ്റ് പാത്ത് AB. According to Solo model, this country will grow slower than the steady state growth rate. Over time, it will come back, converge to its steady state path. This adjustment is shown by path CD. Reasons പറയുന്നത് when income is higher than steady state, capital returns falls, so growth slows. B എന്ന സ്റ്റഡി സ്റ്റേറ്റ് പാത്തിൻ്റെ മുകളിലാണ് CD എന്നുള്ള ഗ്രോത്ത് റേറ്റ് പാത്ത് വരുന്നത്. അപ്പോൾ ഒരു രാജ്യം സി എന്ന പോയിന്റിൽ നിന്നാണ് ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എ ബി എന്ന അതിൻ്റെ സ്റ്റഡി സ്റ്റേറ്റ് പാത്തിൻ്റെ മുകളിലാണ്. അപ്പോൾ സോളോ മോഡൽ പ്രകാരം പറയുന്നത് അങ്ങനെ സ്റ്റഡി സ്റ്റേറ്റ് പാത്തിൻ്റെ മുകളിൽ നിന്നാണ് ഒരു രാജ്യത്തിൻ്റെ ഗ്രോത്ത് തുടങ്ങണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗ്രോത്ത് റേറ്റ് സ്ലോ ആയിരിക്കും. അത് സ്റ്റഡി സ്റ്റേറ്റ് പാത്തിലേക്ക് കംബാക്ക് അല്ലെങ്കിൽ കൺവേർജ് ചെയ്യും, അതിൻ്റെ ഒരുമിച്ച് എത്തും. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ക്യാപിറ്റൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ ഇൻകം ലെവൽ ആദ്യം ഹൈ ആയിരിക്കും, അതായത് സ്റ്റഡി സ്റ്റേറ്റ് പാത്തിൻ്റെ ഇലേറെ ഹൈ ആയി കണ്ടാണ് അതിൻ്റെ ഇൻകം കാണിക്കുന്നത്. അതുകൊണ്ടൊക്കെയാണ് അതിൻ്റെ ഗ്രോത്ത് സ്ലോ ആകണത്. ഇത് ഷോൺ ചെയ്യുന്നതാണ് CD എന്ന ഗ്രോത്ത് റേറ്റ് പാത്ത്. അടുത്തതെന്ന് പറഞ്ഞാൽ വാട്ട് ഹാപ്പൻ ഇഫ് എ കൺട്രി ഈസ് ബിലോ ഇറ്റ്സ് സ്റ്റഡി സ്റ്റേറ്റ്. സ്റ്റഡി സ്റ്റേറ്റിൻ്റെ താഴെ കൂടെ പോകുന്ന ഒരു കൺട്രീൻ്റെ ഗ്രോത്ത് പാത്താണ് പറയുന്നത്. അനദർ കൺട്രി സ്റ്റാർട്ട് അറ്റ് പോയിന്റ് ഇ ബിലോ ഇറ്റ്സ് സ്റ്റഡി സ്റ്റേറ്റ് പാത്ത് A dash, B dash. This country will grow faster than its steady state growth rate, move upward towards its steady state path. This shown by the path EF. Reasons being below steady state, capital returns are high, so growth is faster. ഇതിൽ A dash, B dash എന്ന
ഒരു കൺട്രീൻ്റെ സ്റ്റഡി സ്റ്റേറ്റ് പാത്തിൻ്റെ താഴെയാണ് അതിൻ്റെ ഗ്രോത്ത് റേറ്റ് പാത്ത് വരുന്നത് EF എന്നുള്ളത്. അത് സ്റ്റഡി സ്റ്റേറ്റ് പാത്തിൻ്റെ ബിലോ ആയിങ്ങാണ്ടാണ് കാണിക്കണം. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫാസ്റ്റർ ആയിങ്ങാണ്ടേക്കാരം ഗ്രോത്ത് ഉണ്ടാവുക. അത് അപ്വേഡ് ആയിങ്ങാണ്ട് മൂവ് ചെയ്തങ്ങാണ്ട് സ്റ്റഡി സ്റ്റേറ്റ് പാത്തിലേക്ക് എത്തിച്ചേരും. അതുകൊണ്ട് തന്നെ ഗ്രോത്ത് ഇമ്പ്രൂവ് ആയി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഇതിൽ അത് ഗ്രോത്ത് കൂടാനുള്ള കാരണം അതിൻ്റെ സ്റ്റഡി സ്റ്റേറ്റ് പാത്തിൻ്റെ താഴെയാണ്, ബിലോ ആയിങ്ങാണ്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രോത്ത് കൂടുമെന്നാണ് സോളോ മോഡലിൽ പറയുന്നത്. പിന്നെ അതിൻ്റെ ക്യാപിറ്റൽ റിട്ടേൺസ് ഹൈ ആയിരിക്കും. അതായത് നമ്മൾ കൂടുതൽ അഡീഷണൽ ക്യാപിറ്റൽ കൂട്ടിയാൽ തന്നെ അതിൻ്റെ റിട്ടേൺസ് നമുക്ക് കൂടുതലായി കിട്ടും. അതുകൊണ്ട് ഫാസ്റ്റർ ഗ്രോത്ത് ഉണ്ടാവും. അത് കാണിക്കുന്നതാണ് EF എന്ന ഗ്രോത്ത് പാത്ത്. പുവർ കൺട്രീസ് ഡു നോട്ട് ആൾവേസ് ഗ്രോ ഫാസ്റ്റർ ദാൻ റിച്ച് കൺട്രീസ്. ചില സമയങ്ങളിലൊന്നും പുവർ കൺട്രീസ് റിച്ച് കൺട്രീസിൻ്റെ അതുപോലെ ഫാസ്റ്റ് ആയിങ്ങാണ്ട് ഗ്രോത്ത് ചെയ്യാൻ കഴിയൂല. ഗ്രോത്ത് ഡിപ്പെൻഡ്സ് ഓൺ കൺട്രീസ് ഓൺ സ്റ്റഡി സ്റ്റേറ്റ്, നോട്ട് ജസ്റ്റ് ഇറ്റ്സ് ഇൻകം ലെവൽ. ഗ്രോത്ത് കൺട്രീൻ്റെ സ്റ്റഡി സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇൻകത്തിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ടല്ല ഒരു രാജ്യത്തിൻ്റെ ഗ്രോത്ത് റേറ്റ് പോകുന്നത്. കണ്ടീഷണൽ കൺവേർജൻസ് മീൻസ് എ കൺട്രി ഗ്രോ ഫാസ്റ്റർ ഓൺലി ഇഫ് ഇറ്റ്സ് ബിലോ ഇറ്റ്സ് സ്റ്റഡി സ്റ്റേറ്റ്. കണ്ടീഷണൽ കൺവേർജൻസ് എന്ന് പറഞ്ഞാൽ ഒരു കൺട്രി മറ്റൊരു രാജ്യത്തിൻ്റെ ഫാസ്റ്റർ ഗ്രോത്ത് ഉണ്ടാവും, പക്ഷേ അത് സ്റ്റഡി സ്റ്റേറ്റിൻ്റെലേറെ ബിലോ ആയിങ്ങാണ്ട് ഉണ്ടായാൽ മാത്രമേ അങ്ങനെ ഒരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ എന്നാണ് കണ്ടീഷണൽ കൺവേർജൻസിൽ പറയുന്നത്. ഡയഗ്രാം കൺട്രി C ഈസ് പുവർ ദാൻ E. ഈ ഡയഗ്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കൺട്രി E എന്ന് പറയുന്നത് സിൻ്റെലേറെ പുവറാണ്. അതൊരു ഡെവലപ്പിംഗ് കൺട്രി ആയിരിക്കാം. സ്റ്റഡി സ്റ്റേറ്റിൻ്റെ താഴെയാണ്, പിന്നെയാണ് അത് ഗ്രോത്തിലേക്ക് വന്നിട്ടുള്ളത്, ഗ്രോത്ത് റേറ്റ് കൂടിയിട്ടുള്ളത്. ഗ്രോ സ്ലോവർ ബിക്കോസ് ഇറ്റ്സ് എബോവ് ഇറ്റ്സ് സ്റ്റഡി സ്റ്റേറ്റ്. അതുകൊണ്ട് തന്നെ അറിയണത് ഗ്രോത്ത് റേറ്റ് കൂടുതലും, നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഗ്രോത്ത് റേറ്റ് പാത്ത് കൂടുതലും, അതുപോലെ സിയിൽ നിന്ന് തുടങ്ങുന്നത് സ്ലോ ആയിങ്ങാണ്ടേ കാരണം ഗ്രോത്ത് റേറ്റ് ഉണ്ടാവുക. ഇന്ന് സ്റ്റഡി സ്റ്റേറ്റിൻ്റെ താഴെയുള്ളത് പെട്ടെന്ന് വളരുകയും മുകളിലുള്ളത് സ്ലോ ആയിങ്ങാണ്ട് വളരുകയും ചെയ്യും. ഡിഫറെൻറ്റ് സേവിങ് റേറ്റ്, പോപ്പുലേഷൻ ഗ്രോത്ത്, ടെക്നോളജി, എഡ്യൂക്കേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റ് ഡിഫറെൻറ്റ് സ്റ്റഡി സ്റ്റേറ്റ്സ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള സേവിങ് റേറ്റ്, പോപ്പുലേഷൻ ഗ്രോത്ത്, ടെക്നോളജി, എഡ്യൂക്കേഷൻ, ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ സ്റ്റഡി സ്റ്റേറ്റ് ഡിഫറെൻ്റ് ആക്കാൻ കാരണമാകും. ദെയർഫോർ പോവർട്ടി അലോൺ ഡസ് നോട്ട് ഗ്യാരണ്ടി ഫാസ്റ്റർ ഗ്രോത്ത്. അതുകൊണ്ട് തന്നെ പോവർട്ടി എന്നുള്ളൊരു കാരണം കൊണ്ട് ഫാസ്റ്റർ ഗ്രോത്ത് ഉണ്ടാവില്ല, അതുകൊണ്ട് മാത്രമായിട്ട് ഉണ്ടാവില്ല. ഇങ്ങനത്തെ ഈ ഫാക്ടേഴ്സും കൂടി അതിൽ ഉൾക്കൊള്ളണം. ലിമിറ്റേഷൻസ് പറഞ്ഞാൽ പൂറർ കൺട്രി മേ ഗ്രോ സ്ലോവർ ദാൻ റിച്ചർ വൺ. ചില സമയങ്ങളിലൊക്കെ കൂടുതലായും കൊണ്ട് നമ്മൾ കാണുന്നത് വെച്ചാൽ ഡെവലപ്ഡ് കൺട്രീസിൻ്റെ അതുപോലെ പൂറർ കൺട്രീസിന് വളരാൻ കഴിയില്ല, അത് സ്ലോ ആയിക്കൊണ്ടാണ് ഗ്രോത്ത് റേറ്റ് ഉണ്ടാവുക. സ്റ്റഡി സ്റ്റേറ്റ്സ് ആർ നോട്ട് ഡയറക്റ്റ്ലി ഒബ്സർവബിൾ. നമ്മൾ പറഞ്ഞു സ്റ്റഡി സ്റ്റേറ്റിൻ്റെ താഴെയുള്ളത് അങ്ങനത്തെ രാജ്യങ്ങൾ, അതായത് ഡെവലപ്പിംഗ് കൺട്രീസിനൊക്കെ പെട്ടെന്ന് വളരാൻ കഴിയും. പക്ഷേ ഈ സ്റ്റഡി സ്റ്റേറ്റ് പറഞ്ഞാൽ ഒരു നോട്ട് ഒബ്സർവബിൾ ആയ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് പല സമയങ്ങളിൽ ഡയറക്റ്റായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. ഹെൻസ് കണ്ടീഷണൽ കൺവേർജൻസ് ഈസ് ഡിഫിക്കൽട്ട് ടു വെരിഫൈ എംപീരിക്കലി. അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടീഷണൽ കൺവേർജൻസ് പെട്ടെന്ന് വെരിഫൈ ചെയ്യാൻ കഴിയില്ല. കാരണം ഈ സ്റ്റഡി സ്റ്റേറ്റ് പാത്തൊന്നും ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കത് ശരിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയാം. ബട്ട് അതൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ, അത് നോട്ട് ഒബ്സർവബിൾ ആയ കാര്യങ്ങളിൽ നമുക്കത് കഴിയൂല. പൂർ കൺട്രീസ് ഡു നോട്ട് ആൾവേസ് ഗ്രോ ഫാസ്റ്റർ ദാൻ റിച്ച് കൺട്രീസിൻ്റെ അതുപോലെ നമുക്കൊരിക്കലും പൂർ കൺട്രീസ് ഗ്രോത്ത് ചെയ്യാൻ കഴിയൂല. ചില റെയർ കേസുകളിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ ഉണ്ടാവാറുള്ളൂ. കണ്ടീഷണൽ കൺവേർജൻസ് ഓർ അബ്സല്യൂട്ട് കൺവേർജൻസ്. അടുത്തത് പറയുന്നത് അൺകണ്ടീഷണൽ കൺവേർജൻസ് ആണ്. അൺകണ്ടീഷണൽ കൺവേർജൻസ് ആൾസോ നോൺ ആസ് അബ്സല്യൂട്ട് കൺവേർജൻസ്. അൺകണ്ടീഷണൽ കൺവേർജൻസിനെയാണ് അബ്സല്യൂട്ട് കൺവേർജൻസ് എന്ന് പറയുന്നത്. അബ്സല്യൂട്ട് കൺവേർജൻസ് സ്റ്റേറ്റ്സ് ദാറ്റ് ഓൾ കൺട്രീസ് വിൽ കൺവേർജ് ടു സെയിം ലെവൽ ഓഫ് പെർ ക്യാപിറ്റൽ ഇൻകം ഇൻ ദ ലോങ് റൺ ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ ഇനീഷ്യൽ ലെവൽ ഓഫ് ഇൻകം. അബ്സല്യൂട്ട് കൺവേർജൻസ് എന്ന് പറയുന്നത് എല്ലാ രാജ്യങ്ങളിലെയും പെർ ക്യാപിറ്റ ഇൻകം ഒരുപോലെ ആയിരിക്കണം ഒരു ലോങ് റണ്ണിൽ. പക്ഷേ അവരുടെ ഇനീഷ്യൽ ഇൻകം ഏത് തന്നെ ആയാലും പെർ ക്യാപിറ്റ ഇൻകം സെയിം ആകണം. അങ്ങനത്തെ സമയങ്ങളിലാണ് അൺകണ്ടീഷണൽ കൺവേർജൻസ് ഉണ്ടാവുക. അതിന് ചില അസംഷൻസ് ഉണ്ട്. സെയിം ടെക്നോളജി ആവണം,
സേവിങ് റേറ്റ് ആവണം, സെയിം പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ്, സെയിം ഡിപ്രീസിയേഷൻ റേറ്റ്. അതായത് ഈ കാര്യങ്ങളൊക്കെ രണ്ട് രാജ്യങ്ങളിൽ ഒരുപോലെ ആണ് എന്നെങ്കിൽ മാത്രമേ അൺകണ്ടീഷൻ കൺവേർജൻസി എന്നൊരു സിസ്റ്റം നടക്കുകയുള്ളൂ. ദേ ഡിഫർ ഓൺലി ഇൻ ക്യാപിറ്റൽ ഔട്ട്പുട്ട് ഓർ ക്യാപിറ്റൽ ലേബർ റേഷ്യോ. ആകെ വ്യത്യാസം ക്യാപിറ്റൽ ഔട്ട്പുട്ട്. ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ എത്രമാത്രം ക്യാപിറ്റൽ ആവശ്യമുണ്ട്, അതാണ് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ. അതായത് അല്ലെങ്കിൽ ക്യാപിറ്റൽ ലേബർ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ എത്ര ലേബർ ആവശ്യം. റേസ് ഹാവ് എ ലോ പെർ ക്യാപിറ്റൽ വർക്കർ, ദർഫോർ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ ഈസ് ഹൈ. അതായത് പുവർ കൺട്രീസിൽ ലോ പെർ ക്യാപിറ്റൽ വർക്കർ ആയിരിക്കും. അതായത് ഒരു വർക്കറിന് വർക്ക് ചെയ്യാൻ യൂസ് ചെയ്യണ ക്യാപിറ്റൽ പറഞ്ഞാൽ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ ഈസ് ഹൈ ആയിരിക്കും. ഡ്യൂ ടു ഡിമിനിഷിങ് റിട്ടേൺസ് ദ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ക്യാപിറ്റൽ ഈസ് ഹൈ ഇൻ പുവർ കൺട്രീസ്. അതുകൊണ്ട് തന്നെ ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസ് കാരണം മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ക്യാപിറ്റൽ ഈസ് ഹൈ കാരണം പുവർ കൺട്രീസിൽ അവിടെ അഡീഷണൽ നമ്മൾ ക്യാപിറ്റൽ കൂട്ടിയാൽ അതിൻ്റെ റിട്ടേൺസും കൂടുതലായിരിക്കും. ആസ് എ റിസൾട്ട് ക്യാപിറ്റൽ ആൻഡ് ഔട്ട്പുട്ട് ഇൻ പുവർ കൺട്രീസ് ഗ്രോ ഫാസ്റ്റർ ദാൻ ദ പോപ്പുലേഷൻ. അതുകൊണ്ട് തന്നെ പോപ്പുലേഷൻ്റെ നിരക്ക് കൂടുന്നതിലേറെ ഔട്ട്പുട്ടും അതുപോലെ ക്യാപിറ്റലും വളർന്നുകൊണ്ടിരിക്കും പുവർ കൺട്രീസിൽ. റിച്ച് കൺട്രീസ് ഓൾറെഡി ഹാവ് ഹൈ ക്യാപിറ്റൽ. റിച്ച് കൺട്രീസിൽ ഓൾറെഡി ഹൈ ക്യാപിറ്റൽ ഉണ്ട്. മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ക്യാപിറ്റൽ ഈസ് ലോ ആക്കാരം. അതായത് ക്യാപിറ്റൽ ഓൾറെഡി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അഡീഷണലായി എക്സ്ട്രാ ഒരു ക്യാപിറ്റൽ കൂട്ടിയെന്ന് വിചാരിച്ചുകൊണ്ട് അഡീഷണൽ റിട്ടേൺസ് കിട്ടില്ല. പക്ഷേ അത് പകരം കുറേ ആക്കാരം. കുറേ ക്യാപിറ്റൽ ഉണ്ടായതുകൊണ്ട് നമുക്ക് റിട്ടേൺസ് കുറേ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ക്യാപിറ്റൽ ആൻഡ് ഔട്ട്പുട്ട് ഗ്രോ സ്ലോവർ ദാൻ പോപ്പുലേഷൻ. ഇവിടെ പോപ്പുലേഷൻ്റെ നിരക്കിലേറെ ക്യാപിറ്റലും ഔട്ട്പുട്ടിൻ്റെയും ഗ്രോ സ്ലോവർ ആയിക്കാരും. പുവർ കൺട്രീസ് ഗ്രോ ഫാസ്റ്റർ ദാൻ റിച്ച് കൺട്രീസ്. അതുകൊണ്ട് തന്നെ പുവർ കൺട്രീസ് റിച്ച് കൺട്രിയിലേറെ ഫാസ്റ്റർ ആയിക്കാണ്ടേക്കാരം ഉണ്ടാവുക. ഇൻകം ഗ്യാപ്പ് ബിറ്റ്വീൻ കൺട്രീസ് നാരോസ് ഓവർ ടൈം. ഇൻകം ഗ്യാപ്പ് എപ്പോഴും അത് നിലനിർത്തിക്കൊണ്ടിരിക്കും. ഇൻകം ഗ്യാപ്പ് ബിറ്റ്വീൻ കൺട്രീസ് നാരോസ് ഓവർ ടൈം. അത് ഏകദേശം ഗ്യാപ്പ് കുറച്ച് കൊണ്ടുവരും. ഇവഞ്ച്വലി ഓൾ കൺട്രീസ് റീച്ച് ദ സെയിം സ്റ്റഡി ഗ്രോത്ത് പാത്ത്. അതുകൊണ്ട് തന്നെ രണ്ട് കൂട്ടർക്കും ഒരേ സ്റ്റഡി സ്റ്റേറ്റ് പാത്തായിരിക്കും നിലനിൽക്കുക. Graphical explanation. In the solo growth model, time is shown on the horizontal axis and log of per capita income on the vertical axis. അതായത് ഇതിൽ എക്സ് ആക്സിസിൽ ടൈമും വൈ ആക്സിസിൽ പെർ ക്യാപിറ്റ ഇൻകം, അത് ലോഗ് സ്കെയിലാണ് നമ്മൾ മെഷർ ചെയ്യാം. The straight line AB represents the steady state growth path where per capita income grows at a constant rate. ഇതിൽ എ ബി എന്ന് പറയുന്നത് ആയിരിക്കും ഇതിൻ്റെ രണ്ട് രാജ്യങ്ങളുടെയും സ്റ്റഡി സ്റ്റേറ്റ് പാത്ത്. കാരണം എല്ലാ കാര്യങ്ങളും സെയിം ആണ്, എല്ലാതാണ്. അതുകൊണ്ട് ഒരൊറ്റ സ്റ്റഡി സ്റ്റേറ്റ് പാത്ത് ഉള്ളതിലുണ്ടാവുക. അതിൽ പെർ ക്യാപിറ്റ ഇൻകം കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായത് രണ്ടും സെയിം ആണല്ലോ, അതുകൊണ്ട് തന്നെ പെർ ക്യാപിറ്റ ഇൻകം കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇഫ് എ കൺട്രി സ്റ്റാർട്ട്സ് ബിലോ ദ സ്റ്റഡി സ്റ്റേറ്റ് ലെവൽ പാത്ത്, അതായത് ഒരു കൺട്രി ഇറ്റ് വിൽ ഗ്രോ ഫാസ്റ്റർ ദാൻ ദ സ്റ്റഡി സ്റ്റേറ്റ് റൈറ്റ് ഇൻ ദ ബിഗിനിങ്. അതായത് ഒരു രാജ്യത്തിൻ്റെ രണ്ട് രാജ്യങ്ങളുടെ സ്റ്റഡി സ്റ്റേറ്റ് പാത്ത് ഒന്നാണ്. അതിൻ്റെ താഴെ നിന്ന്, അതായത് എ ബിൻ്റെ താഴെ നിന്ന് സി ഡി എന്ന പാത്ത്, ആ സി ഡിയിൽ നിന്നാണ് ഒരു കൺട്രി ഗ്രോത്ത് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് സ്റ്റഡി സ്റ്റേറ്റ് പാത്തിലേറെ താഴെയുള്ള ഗ്രോത്ത് റേറ്റ് പാത്ത് ആയതുകൊണ്ട് തന്നെ അത് ഫാസ്റ്റർ ഗ്രോത്ത് ആക്കാരം അവിടെ ഉണ്ടാവുക. Over time, its growth rate slows down and its income path gradually moves closer to the steady state line. If a country starts above the steady state level point E, it will grow more slowly. Its income path EF flatten and converge downward to the steady state the line AB. അതായത് സ്ലോ ഡൗൺ ആയിങ്ങാണ്ട് ഇൻകം പാത്ത് മൂവ് ടു സ്റ്റഡി സ്റ്റേറ്റ് ലൈനിലേക്ക് എത്തിച്ചേരും എന്നാണ് പറയുന്നത്. അതുപോലെ സ്റ്റഡി സ്റ്റേറ്റ് ലെവലിൻ്റെ മുകളിലില്ല പോയിൻറ്റ് ഇ, അതായത് ഇ എഫ് എന്ന പാത്ത് വളരെ സ്ലോ ആയിങ്ങാണ്ടേക്കാരം ഗ്രോത്ത് ചെയ്യുന്നത്. അത് കാരണം എന്താ വെച്ചാൽ സ്റ്റഡി സ്റ്റേറ്റിന് മുകളിലായതുകൊണ്ട് അത് ഫ്ലാറ്റൻ ചെയ്ത് ഡൗൺവേർഡ് കൺവേർജ് ചെയ്തുകൊണ്ട് സ്റ്റഡി സ്റ്റേറ്റ് പാത്തിലേക്ക് എത്തിച്ചേരും. ദസ് in unconditional convergence, poorer countries grow faster and richer countries grow more slowly. ഇതിൽ പറയുന്നത് വെച്ചാൽ
ഈ പൂറർ കൺട്രീസ് ഫാസ്റ്ററായിട്ട് ഗ്രോ ചെയ്യും, റിച്ചർ കൺട്രീസ് സ്ലോ ആയിട്ട് ഗ്രോ ചെയ്യും. അൺകണ്ടീഷണൽ കൺവെൻഷൻ ആൻഡ് ഓൾ കൺട്രീസ് ഇവഞ്ച്വലി കൺവേർജ് ടു സെയിം സ്റ്റഡി സ്റ്റേറ്റ് ഗ്രോത്ത്. എങ്ങനെ ആയാലും രണ്ട് കൺട്രീസും സ്റ്റഡി സ്റ്റേറ്റ് പാത്തിലേക്ക് ഒരുമിച്ച് എത്തും എന്നാണ് ഇതിൽ പറയുന്നത്. ദിസ് ഷോസ് എ നെഗറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇനീഷ്യൽ ഇൻകം ആൻഡ് ഗ്രോത്ത് റേറ്റ്. ഇനീഷ്യൽ ഇൻകം അതുപോലെ ഗ്രോത്ത് റേറ്റും നെഗറ്റീവ് റിലേഷൻഷിപ്പാണ്. ഇതിൽ ബി എന്ന് പറയുന്നത് ഹൈ ഇനീഷ്യൽ ഇൻകത്തിൽ തുടങ്ങുന്നതാണ്, പക്ഷേ അതിൻ്റെ ഗ്രോത്ത് പറഞ്ഞാൽ സ്ലോ ആയിങ്ങാണ്ട് സ്റ്റഡി സ്റ്റേറ്റ് പാത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ അതിൻ്റെ ഗ്രോത്ത് റേറ്റ് പറഞ്ഞാൽ സ്ലോ ആണ്. അപ്പോൾ അത് രണ്ടും നെഗറ്റീവ് റിലേഷൻഷിപ്പ്. ഹൈക്കുള്ള ഒരു രാജ്യത്തിൻ്റെത് ഗ്രോത്ത് റേറ്റ് സ്ലോ ആണ്, അതുപോലെ കുറച്ചുള്ള ഒരു കൺട്രീൻ്റെ സി എന്ന് തുടങ്ങുന്ന പോയിൻ്റിൽ നിന്ന് തുടങ്ങുന്ന ഒരു കൺട്രീന് ഇനീഷ്യൽ ഇൻകം കുറവായിരുന്നു, പക്ഷേ അതിൻ്റെ ഗ്രോത്ത് ഫാസ്റ്ററാണ് ബിഗിന്നിങ്ങിൽ, പിന്നെയാണ് അത് സ്ലോ ആയിങ്ങാണ്ട് സ്റ്റഡി സ്റ്റേറ്റ് പാത്തിൽ എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും നെഗറ്റീവ് റിലേഷൻഷിപ്പ് ആണെന്നാണ് ഇതിൽ പറയുന്നത്. ലിമിറ്റേഷൻസ് ആണ് പറയുന്നത്. അബ്സല്യൂട്ട് കൺവേർജൻസ് ഈസ് നോട്ട് സപ്പോർട്ടഡ് ബൈ ഡാറ്റ. ഒരു ഡാറ്റനെ സപ്പോർട്ട് ചെയ്ത് കണ്ടല്ല അബ്സല്യൂട്ട് കൺവേർജൻസ് നിലനിൽക്കുന്നത്. കൺട്രീസ് ഡിഫർ വൈഡ്ലി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടെക്നോളജി ആൻഡ് സേവിങ്സ്. എങ്ങനെയായാലും രണ്ട് രാജ്യങ്ങളെ ഇൻസ്റ്റിറ്റ്യൂഷൻസും ടെക്നോളജിയും സേവിങ്സും ഒക്കെ ഡിഫറെൻ്റ് ആയി എല്ലാ സമയങ്ങളും അത് ഒരുപോലെ ആയിരിക്കണം എന്നില്ല. അതുകൊണ്ട് തന്നെ കണ്ടീഷൻ കൺവേർജൻസ് റയറായി കണ്ടുള്ളൂ നടക്കുക. അടുത്തതാണ് നോ കൺവേർജൻസ്. ദ തേർഡ് പോസിബിലിറ്റി ഈസ് നോൺ കൺവേർജൻസ്. ദിസ് മീൻസ് ദാറ്റ് ദ ലോ ഇൻകം കൺട്രീസ് വിൽ നെവർ ക്യാച്ച് അപ്പ് ഓവർ ടൈം. അതായത് ഇതിൽ പറയുന്നത് നോ കൺവേർജൻസ്, ഒരു കൺവേർജൻസും ഇല്ല. ഈ പുവർ കൺട്രീസ് ഒരിക്കലും റിച്ച് കൺട്രീസിന് ക്യാച്ചപ്പ് ചെയ്യൂല, അതുകൊണ്ട് തന്നെ ഒരു കൺവേർജൻസ് ഉണ്ടാവില്ല. Therefore, living standards may even diverge due to widening income gap, the rich getting richer and poor getting. അതായത് അവിടെ ഇൻകം ഗ്യാപ്പ് നിലനിന്നുകൊണ്ടേയിരിക്കും. റിച്ച് കൺട്രീസ് എന്നും റിച്ച് ആയിക്കൊണ്ട് പുവർ കൺട്രീസ് എന്നും പുവർ ആയിക്കൊണ്ടേക്കാരെ നിലനിൽക്കാം. I conclude this hypothesis. Convergence explains whether poor countries can catch up with rich countries. Convergence explains they can catch up the poor countries can catch up the rich countries. Absolute convergence is rarely seen in reality. Conditional convergence occurs when countries grow faster only if they are below their own steady state. Conditional convergence can occur when they are below the steady state. സ്റ്റഡി സ്റ്റേറ്റിൻ്റെ താഴെ ആകുമ്പോൾ മാത്രമേ കണ്ടീഷൻ കൺവേർജൻസ് നടക്കുകയുള്ളൂ, മറ്റേത് റെയർ ആയുള്ളൂ നടക്കാം. സം കൺട്രീസ് ഷോസ് നോ കൺവേർജൻസ് വെയർ ഇൻകം ഗ്യാപ്പ് വൈഡൻ ഓവർ ടൈം. ചില രാജ്യങ്ങളിലൊന്നും കൺവേർജൻസ് ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ അവിടെ വൈഡനിങ് ഗ്യാപ്പ് ഇൻകം ഗ്യാപ്പ് ആയിരിക്കും ഉണ്ടാവുക, നിലനിൽക്കാം. റിച്ച് കൺട്രീസ് മേ ബിക്കം റിച്ചർ ആൻഡ് വൈൽ പുവർ കൺട്രീസ് റിമെയിൻ പുവർ. ഹിൻസ് കൺവേർജൻസ് ഈസ് നോട്ട് ഓട്ടോമാറ്റിക് ആൻഡ് ഡിപ്പെൻഡ്സ് ഓൺ എക്കണോമിക് കണ്ടീഷൻസ് ആൻഡ് പോളിസി. എങ്ങനെയൊക്കെയാണെങ്കിൽ കൂടി കൺവേർജൻസ് ഇതിന് മാത്രം ബേസ് ചെയ്തും കൊണ്ടാവില്ല, ആ രണ്ട് രാജ്യങ്ങളിലെ എക്കണോമിക് കണ്ടീഷനെയും പോളിസീസിനെയൊക്കെ ബേസ് ചെയ്തും കൊണ്ടാവും കൺവേർജൻസ് നടക്കുക. താങ്ക് യു.